അങ്ങനെ അവർ ഹോസ്റ്റലിൽ ചേരുകയും അവിടെ അനിൽകുമാർ എന്ന അനിലിനെ പരിചയപ്പെടുകയും ചെയ്യുന്നു. അവർ നല്ല ഫ്രണ്ട് ആകുകയും അമ്മുവിന്റെ കത്തുകൾ അവൻ അനിലിനെ വായിക്കാൻ കൊടുക്കുകയും ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള കുട്ടിയെ വിട്ടുകളയരുതെന്ന് അവൻ അനിലിനെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനിലിനും ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്നും വളരെ ചെറുപ്പം തൊട്ടേ താൻ സ്നേഹിക്കുന്നതാണെന്നും അവളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ വീട്ടിൽ ഭർത്താവുമായി പിണങ്ങി വന്നു നിൽക്കുകയാണെന്നും അനിൽ അവനോട് പറയുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് താൻ സീരിയസ് ആയിട്ട് തന്നെയാണോ എന്ന്. അപ്പോൾ അനിൽ പറയുന്നു താൻ കെട്ടുകയാണെങ്കിൽ അവളെ തന്നെ കെട്ടുകയുള്ളൂ എന്നും അവൻ പറയുന്നുണ്ട്. പിന്നീട് ലീവിന് അവൻ വീട്ടിൽ വരികയും അമ്മുവുമായി റൊമാൻസിന് ചെല്ലുമ്പോൾ അവൾ പറയുന്നു ഇതൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതല്ല, ഇതെല്ലാം പിന്നീടാകാമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. ഇതെല്ലാം ഓർത്തുകൊണ്ടിരുന്ന രാജൻ പെട്ടെന്ന് മുന്നിൽ അമ്മുവിനെ കണ്ടു ഞെട്ടുന്നു. അവൾ അവിടെ നിൽക്കുന്ന രാജന്റെ കൊച്ചിനുമായി അമ്മാവനെ കാണാൻ ചെല്ലുകയും അമ്മാവനോട് ഇനിയൊന്നും പേടിക്കേണ്ട, ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നും അവൾ പറയുന്നു. പിന്നീട് അവൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുകയും രാജന്റെ കൊച്ചിനെ നല്ലവണ്ണം നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് രാജൻ നിസ്സഹായതയോടുകൂടെ നോക്കി നിൽക്കുന്നു. പിന്നീട് ആ കുട്ടിക്ക് അമ്മുവിനെ വളരെ ഇഷ്ടമാകുകയും അവൾക്ക് ആ കൊച്ചു അവളുടെ ലോകം ആകുകയും ചെയ്യുന്നു. അവന്റെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് നോക്കിയിരുന്നത്. അമ്മു ചെറിയമ്മ എന്ന് തന്നെ വിളിക്കേണ്ട എന്നും എന്നെ ആരുമില്ലാത്തപ്പോൾ അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്നും അവൾ ആ കൊച്ചിനോട് കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് രാജൻ അവിടെ വരികയും തന്റെ ഭാര്യ അമേരിക്കയ്ക്ക് പോകുകയാണെന്നും 2 വർഷം കഴിഞ്ഞ് ഇനി തിരിച്ചു വരികയുള്ളൂ എന്നും അവളോട് പറയുന്നു. താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് അവർ വീണ്ടും പഴയ കാര്യങ്ങൾ ഓർക്കും. അങ്ങനെ അവന് ജോലി കിട്ടുകയും ആദ്യത്തെ ശമ്പളം കൊണ്ട് തറവാട്ടിലേക്ക് വരികയും അവൾക്കൊരു സാരി മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൾ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് തനിക്ക് ഇതുവരെ ഒരു സമ്മാനവും ആരും തന്നിട്ടില്ല എന്ന്, ഒരു വിഷു കൈനീട്ടം പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും അവൾ സങ്കടത്തോടെ പറയുന്നു. അച്ഛന്റെ പഴയ സ്റ്റുഡന്റ് ആയിരുന്ന രാജന്റെ കമ്പനി മാനേജർ അച്ഛൻ അയാളെ കാണാൻ വരികയും അയാൾ അവനെ പ്രമോഷൻ കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. സംസാരിക്കുന്നതിനിടയിൽ അയാൾ തന്റെ മകളെ രാജനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെന്നും അയാൾ അത് അച്ഛനോട് പറയുകയും ചെയ്യുന്നു. അച്ഛൻ അത് രാജന്റെ അടുത്ത് വന്നു പറയുമ്പോൾ രാജൻ ആകെ ധർമ്മസങ്കടത്തിലാകുന്നു. അവൻ അച്ഛനോട് പിണങ്ങുകയും സ്വന്തം സൗകര്യങ്ങൾക്ക് വേണ്ടി അമ്മുവിനെ മറന്നുവെന്ന് അവൻ അച്ഛനോട് തർക്കിക്കുന്നുണ്ട്. പക്ഷേ അവസാനം അച്ഛൻ പറയുന്നു ഈ വിവാഹം നടന്നില്ല എങ്കിൽ ഞാൻ ഒരു കഷ്ണം കയറിൽ എന്റെ ജീവൻ കളയുമെന്ന് അവനെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് അമ്മുവിന്റെ അടുത്ത് വന്ന് അമ്മുവിന് ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നും അയാൾ ഷൗട്ട് ചെയ്ത് തന്നെ അവളോട് പറയും. പിന്നീട് അവൾ രാജനെ പോയി കണ്ട് വിവാഹത്തിന് സമ്മതിക്കണമെന്നും തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പ്രാർത്ഥിക്കുമെന്നും പറയുന്നുണ്ട്. അതിനിടയിൽ രാജന്റെ ഫ്രണ്ട് ആയ അനിൽ ആ പെൺകുട്ടിയെയും കല്യാണം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് വരികയും ഇനി നിങ്ങളുടെ കല്യാണത്തിന് കാണാം എന്ന് പറഞ്ഞ് അയാൾ പോകുകയും ചെയ്യുന്നു. രാജൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് അവൻ കൊച്ചിനെ അവിടെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. അവിടേക്ക് വീണ്ടും അനിൽ ഒറ്റയ്ക്ക് വരികയും രാജൻ അമ്മുവിനെ തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് അവൻ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. രാജന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ച് ആ കൊച്ചിനെ കൊഞ്ചിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ടെന്നും അങ്ങോട്ട് 2 പേരെയും ക്ഷണിക്കാൻ വന്നതാണെന്നും അയാൾ പറയുന്നു. രാജേട്ടന്റെ ഭാര്യ വരുമ്പോൾ ഞാൻ പറയാമെന്ന് അവൾ അവനോട് പറയുന്നു. അവന് അതൊരു ഷോക്ക് ആകുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാക്കി പാർട്ടിന് വേണ്ടി ഒന്ന് സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.